മത്തായി 7:13 ഇപ്രകാരം പറയുന്നു: ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും, അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. അവസാന കാലത്ത് ലോകം നമ്മെ പഠിപ്പിക്കുന്നത് സുഖ സൗകര്യങ്ങളെയും സ്വാർത്ഥതയെയും വിജയമെന്ന പേരിൽ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതമാണ്. പാപം സാധാരണമാകുകയും സത്യം അപരിചിതമാകുകയും ചെയ്യുന്ന കാലഘട്ടമാണിത്. ഈ സാഹചര്യത്തിലാണ് യേശു നമ്മെ ശക്തമായി ഓർമ്മിപ്പിക്കുന്നത്: ഇടുങ്ങിയ വാതിൽ തിരഞ്ഞെടുക്കുവീൻ. വീതിയുള്ള വഴി എന്നത് ലോകത്തിന്റെ ചിന്താഗതികളോടൊപ്പം ഒഴുകുന്ന ജീവിതമാണ്. അതിൽ ത്യാഗമില്ല, മാനസാന്തരമില്ല, അനുസരണമില്ല. എല്ലാവരും ചെയ്യുന്നത് തന്നെ എന്ന നിലപാടാണ് അവിടെ നിലനിൽക്കുന്നത്. എന്നാൽ ബൈബിൾ വ്യക്തമായി പറയുന്നു, ആ വഴി അവസാനം നാശത്തിലേക്കാണ് നയിക്കുന്നത്. അതേസമയം ഇടുങ്ങിയ വാതിൽ ക്രൂശിന്റെ വഴിയാണ്. അത് വിനയം ആവശ്യപ്പെടുന്നു, വിശുദ്ധ ജീവിതം ആവശ്യപ്പെടുന്നു, ദൈവവചനം അനുസരിച്ച് നടക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഈ വഴി എളുപ്പമല്ല, പലപ്പോഴും നിഷേധിക്കപ്പെടുന്ന, പരിഹസിക്കപ്പെടുന്ന വഴിയാണ്. എങ്കിലും അതിന്റെ അവസാനം ജീവനാണ്. അവസാന കാലത്ത് അനേകർ വഞ്ചനയ്ക്കും തെറ്റായ ഉപദേശങ്ങൾക്കും ഇരയാകുമെന്ന് യേശു മുന്നറിയിപ്പ് നൽകി. അതുകൊണ്ട് വിശ്വാസികൾ ലോകത്തിന്റെ ശബ്ദമല്ല, ദൈവത്തിന്റെ ശബ്ദമാണ് കേൾക്കേണ്ടത്. ജനപ്രിയമായ വഴിയല്ല, സത്യമായ വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇന്ന് ദൈവം ഓരോരുത്തരോടും ചോദിക്കുന്നു: നീ ഏത് വാതിലിലൂടെ പ്രവേശിക്കുന്നു? ഇനിയും സമയമുള്ളപ്പോൾ മാനസാന്തരത്തോടെ തിരിഞ്ഞു വരാം. ഇടുങ്ങിയ വാതിൽ ചെറിയതുപോലെ തോന്നാം, പക്ഷേ അതാണ് അവസാന കാലത്തിൽ നമ്മെ നിലനിർത്തുകയും നിത്യജീവനിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഏക വഴി.